കൊറേലി ഹൗസിലെ ആദ്യത്തെ ദിവസം സ്ട്രീറ്റ് വ്യൂസ് ഒക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് രാവിലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി. കാലാവസ്ഥ അനുകൂലമാകുമെന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കാലാവസ്ഥയായിരുന്നു. നേരെ പോയിട്ട് ഞങ്ങൾ ബൈസിക്കിൾ എടുത്തു. സ്പാനിഷിൽ ഇതിനെ പാത്തിനേത്ത എന്നാണ് പറയുന്നത്. കൊറേലി ഹൗസ് മൊത്തം ചുറ്റിക്കാണെങ്കിൽ ഈ പാത്തിനേത്ത വേണം. 5 രൂപയ്ക്ക് 10-15 മിനിറ്റേ നമുക്ക് കിട്ടുള്ളൂ. എങ്കിലും ഇത് വെർത്തായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. ഒരുവിധം സ്ട്രീറ്റ് ഒക്കെ നമുക്ക് ഈ പാത്തിനേത്ത വഴി കറങ്ങാനായിട്ട് പറ്റും. നടന്ന് ബീച്ച് സൈഡിലേക്ക് എത്താനാണെങ്കിൽ കുറെ സമയം എടുക്കും. അങ്ങനെ പാത്തിനേത്ത പാർക്ക് ചെയ്തിട്ട് ബീച്ച് സൈഡിലേക്ക് എത്തി. ഇവിടെ ലവ് ചിഹ്നത്തിൽ ലോക്കറ്റ് ഇട്ട് വെച്ച സംഭവങ്ങളൊക്കെ കണ്ടു. ലവേഴ്സ് കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ചെയ്തു വെച്ചേക്കുന്ന പണിയാണ്. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമല്ല. അത് കണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വലിയ പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഈ സ്ട്രീറ്റ് ഒക്കെ മൊത്തമായിട്ട് അരിച്ചു പറക്കി കാണാന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഏജൻസികളുടെ ഓഫീസസ് ഞങ്ങൾ കണ്ടു. സമയം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് ഏതെങ്കിലും ഒരു ഐലൻഡിലേക്ക് പോകണം. ബീച്ച് സൈഡിൽ ഒരു രക്ഷയില്ല. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ബീച്ച് സൈഡിലുള്ള പോലെ തന്നെ നീലയും വെള്ളയൊക്കെ അടിച്ച പെയിന്റുകൾ കണ്ടിട്ടുണ്ടല്ലോ. കണ്ണൊക്കെ ഭയങ്കര മഞ്ഞളിപ്പായിരുന്നു. പിന്നെ അതിന്റെ അടുത്ത് തന്നെ കൊറേലി ഹൗസ് എഴുതിയിരിക്കുന്ന വലിയൊരു ബോർഡും കണ്ടു. ബീച്ചിന്റെ താഴെ മണൽ തീരത്തായിട്ട് ഇതുപോലുള്ള ഡ്രാഗൺ ഉണ്ട്. കണ്ണിൽ നിന്ന് തീ വരുന്ന ഡ്രാഗൺ. ഈ ഡ്രാഗൺ കാരണമാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഒരു ഐതിഹ്യം മാത്രം. ഈ ഡ്രാഗനെ മണ്ണിലൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് കുറെ പിരിവ് നേടുക എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ലക്ഷ്യം. ബീച്ചിന്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഒരു രക്ഷയില്ല. റെസ്റ്റോറന്റ് സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് ടൂറിസ്റ്റുകാർ പോകുന്നുണ്ട്. ആ വഴി ഞങ്ങളും നടന്നു. ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് ആരെയും ആകർഷിക്കുന്ന ഒരുപാട് ചെടികളും ചട്ടികളൊക്കെ വെച്ചേക്കുന്ന ഒരു പൂന്തോട്ടം പോലെ ഇരിക്കുന്ന ഒരു വീട്. എന്ത് ഭംഗിയാ ഇവിടെ കാണാനായിട്ടൊക്കെ. ഈ വീട്ടിലുള്ള ആളുകൾക്ക് ഇവിടുന്ന് നേരം പോകുന്നേ അറിയില്ല. പൂക്കളൊക്കെ പിടിച്ച് 2-3 ഫോട്ടോ എടുത്തപ്പോഴാണ് അറിയണത് വീടിന്റെ ഉള്ളിൽ കയറാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പൈസ കൊടുക്കണം. പിന്നെ ഒരു സമയം പോലും ഞങ്ങൾ അവിടെ നിന്നില്ല. അവിടുന്ന് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എന്തിനാണോ ഇവര് പൈസ ഈടാക്കണേന്ന് ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ മണ്ണ് കൊണ്ടുള്ള കൂടാരവും കണ്ടു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും വീടുകളും ഓരോരോ സൃഷ്ടികളെല്ലാം ടൂറിസ്റ്റുകാരെ മാത്രം കേന്ദ്രീകരിച്ച് അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. രാവിലെ തൊട്ട് ചാള അടിക്കണം ആൾക്കാർ ഇവിടെ കിടക്കുന്നത് കാണാം. എല്ലാ ടൂറിസ്റ്റ് സ്റ്റേഷനും ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇവിടുത്തെ കാഴ്ചയൊന്നും കാണണ്ട. വെറുതെ വെയിൽ കൊണ്ട് കിടന്നാൽ മാത്രം മതി. ഇവിടുന്ന് താഴെ നോക്കി കഴിഞ്ഞപ്പോ മീൻകുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടം. പിന്നെ കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്ന മരമാണെന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ എന്നെ ഒരു മരം കാണിച്ചു തന്നു. പിന്നെ എന്റെ ശ്രദ്ധ മൊത്തം ആ മരത്തിലേക്കായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ള മരം തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ ഓടിച്ചെന്നു. അത് കള്ളിമുൾച്ചെടിയായിരുന്നു. കള്ളിമുൾച്ചെടി ഇത്രയും വലിയ വർഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും സ്ട്രീറ്റിലൂടെയുള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്ക് ബൈ.